Hey all, welcome back to pre and post market analysis. So ഇന്നത്തെ ദിവസം നമുക്ക് ഇന്ന് നന്നായിട്ട് തന്നെ നമുക്ക് ലൈവ് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ മാർക്കറ്റ് അത്ര റെസ്പോൺസീവ് ആയിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലായിരുന്നു. നമുക്ക് ലൈക്ക് ഒരു ഫസ്റ്റ് ഇടയ്ക്ക് വെച്ചൊരു ചെറിയൊരു മൊമെന്റ് തന്നു. മൈറ്റ് ബി ആഫ്റ്റർ നൂൺ ടൈം ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്കൊരു മൊമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ അത് കഴിഞ്ഞിട്ടൊരു മൊമെന്റ് തന്നിട്ടില്ലായിരുന്നു. ലൈക്ക് ലാസ്റ്റ് 2 ക്യാൻഡിൽസിൽ ഒരു മൂവ്മെന്റ് തന്നു. ബട്ട് എന്നാൽ സാറ്റിസ്ഫൈങ് അല്ലായിരുന്നു അത്. സോ ബേസിക്കലി നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും ഫിൻ നിഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര കൺസോൾട്ടേഷനിലായിരുന്നു. ബട്ട് എന്നാൽ ചെറിയ ലോസ് നമ്മൾ ജനറേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു അതിന്റെ ബേസിസിൽ. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് തന്നതും നമ്മുടെ ഹീറോ ആയിട്ട് നിന്നതും ആക്സിസ് ബാങ്കും ടാറ്റ മോട്ടോഴ്സുമാണ്. ആക്സിസ് ബാങ്കും ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ഇന്നലെ എടുത്തത് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് അല്ലാതെ ലൈവിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടുന്ന് ബൈ ചെയ്യാമെന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും മാക്സിമം ലൈവ് ജോയിൻ ചെയ്യാൻ നോക്കുക. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് തോന്നുന്നു ഓക്കെ ഫൈൻ ഇവിടെ എൻട്രി എടുത്താൽ കൊള്ളാം എന്ന് തോന്നിയാൽ ജസ്റ്റ് ഒരു കൺഫർമേഷൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അവിടെ ഒന്ന് ജസ്റ്റ് കമ്മിൽ ഒന്ന് ഷെയർ ചെയ്ത് ഓക്കെ ഇതൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം മാർക്കറ്റ് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. സോ നാളെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് സോ ലെറ്റ്സ് ചെക്ക് ഇൻ ടു ചാർട്ട്. സോ ഓൾമോസ്റ്റ് നമുക്ക് സോ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈം ഇതുണ്ടോ, ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുള്ളിഷ് ആകാനാണ്. അതായത് ബൈ 18,630 18,630 അബോവ് നമുക്ക് ബുള്ളിഷ് ആകാനായിട്ട് കഴിയുന്നതാണ് നാളെ. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ലൈക്ക് ഒരു ചെറിയൊരു മൈനസ് സപ്പോർട്ട് 42-45 റേഞ്ചിൽ ഉണ്ടായിരിക്കും. ബട്ട് എന്നാൽ പേടിക്കേണ്ട, നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ഒരു 18,700 വരെ നമുക്ക് മൂവ്മെന്റ് കിട്ടാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു ലൈക്ക് മൈൻ ബി ഒരു 200-300 പോയിന്റ്സിന്റെ മൂവ്മെന്റ്, മൈൻ ബി ഒരു ഓൾ ടൈം ഹൈറ്റിലുള്ള റൺ ആണെങ്കിലോ അത് റൈറ്റ്. സോ നമുക്ക് എന്തായാലും നോക്കാവുന്നതാണ്. ദെൻ ബെയർ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 18,539 ബിലോ വരികയാണെങ്കിൽ, നമുക്കില്ല 30ക്ക് ബിലോ വരികയാണെങ്കിൽ നമുക്ക് ബെയർ ഇഷ്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതായിരിക്കും നമ്മുടെ ബെയർ ഇഷ്യൂ എന്ന് നമുക്ക് പറയുന്നത്. 30ക്ക് ബിലോ വരുവാണെങ്കിൽ നമുക്ക് 800-530ക്ക് ബിലോ വരുവാണെങ്കിൽ നമ്മൾ ബെയർ ഇഷ്യൂ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ബൈ 18,000 ഓൾമോസ്റ്റ് ലൈക്ക് 490-95 റേഞ്ച് വരും. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 18,464 വരും. അത്യാവശ്യം മൂവ്മെന്റ് നോക്കുക, അതിനനുസരിച്ച് നമുക്ക് റൺ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാം. സ്റ്റിൽ മിനിമം നമുക്ക് ഒരു 10-20 പോയിന്റ്സ് എന്തായാലും നിഫ്റ്റി ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒരു മൊമെന്റ് അത് കിട്ടുവാണെങ്കിൽ നാളെ. സോ നമുക്ക് അത് നോക്കാവുന്നതാണ്. സോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഹൈ റൈറ്റ്, ഈ ഒരു ഹൈ നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് 44,260-70 റേഞ്ച് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ ആണ്. ദെൻ അത്യാവശ്യം ടാർഗറ്റ്സ് ഉണ്ട്. ഈ സ്ക്രീൻഷോട്ട്സ് എല്ലാം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും നേരെ പോയി ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നേരെ പോയി ജോയിൻ ചെയ്യുക. സോ നമുക്ക് ബുള്ളിഷ് ഇവിടുന്ന് ആയിരിക്കും. ദെൻ അബൌട്ട് ബെയർ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സെർട്ടൈൻ ലെവലിന് താഴെ ആയിരിക്കും കേട്ടോ. ഈ ഒരു സെർട്ടൈൻ ലെവലിന് താഴെ നമുക്ക് ബെയർ ഇഷ്യൂ കീപ്പ് ചെയ്യും. അത്യാവശ്യം ടാർഗറ്റ് ഉണ്ട് ഇവിടെ. എന്നാൽ ഇവിടെ ചെറിയൊരു മൈനർ ഇഷ്യൂ കാണും, കാരണം ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന്റെ ഒരു പ്രോസസ്സ് വേണേൽ നടക്കാം അവിടെ. ലെറ്റ്സ് സീ അതെന്തായിരിക്കും എന്നുള്ളതിൽ. സോ ടാർഗറ്റ് 1 ടാർഗറ്റ് 2 കൊണ്ട് നമുക്ക് ഇവിടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ചാർട്ട്സ് അവിടെ കാണും. സോ ചാർട്ട്സ് നോക്കിയിട്ട് ചെയ്യുക. അത് മാത്രമല്ല നാളെ 9 മണിട്ട് നമ്മൾ ലൈവ് ഉണ്ട്. സോ ലൈവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആയിരിക്കും, നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുകയും കൂടെ ചെയ്യും. ദെൻ അബൌട്ട് ഫിൻ നിഫ്റ്റി നമുക്ക് ഓൾമോസ്റ്റ് സെയിം രീതിയിലാണ്. സോ ഈ ഒരു സെർട്ടൻ ലെവൽ, അതായത് ഇന്നത്തെ 19,517-20 ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂവും. സോ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാർഗറ്റ്സ് ഉണ്ട് ഫിൻ നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ നമുക്ക് ബെയർ ഇഷ്യൂ ആണെങ്കിലും അത്യാവശ്യം നല്ല ടാർഗറ്റ്. സോ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടായിട്ട് നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ കാണാൻ പറ്റുന്നത് ഫിൻ നിഫ്റ്റിയാണ്. അടുത്തടുത്ത് വലിയ റെസിസ്റ്റൻസ് ഇല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ദെൻ ബിസൈഡ്സ് ദാറ്റ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സും ദെൻ ആക്സിസ് ബാങ്കും ആണ്. സോ ആക്സിസ് ബാങ്കും ടാറ്റ മോട്ടോഴ്സും അത്യാവശ്യം നല്ല മൂവ്മെന്റ് തരുന്നുണ്ട്. സോ ടാറ്റ മോട്ടോഴ്സ് ഐ തിങ്ക് അറൌണ്ട് ലൈക്ക് ഒരു 1:10 റിസ്ക് റിവാർഡിലോട്ട് ഇനി അടുത്തത് പോകുന്നത് അത്യാവശ്യം നല്ല മൊമെന്റത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും അതിന്റെ റിസൾട്ട് എന്നുള്ളത്. സോ നാളെ എല്ലാവരും 9 മണിയാകുമ്പോൾ ലൈവിന് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ഓൾ ബൈ ടുമോറോ. ബൈ.